കണ്ണീരിൽ കുതിർന്ന വയനാടൻ മണ്ണ്. ആ മണ്ണിന്റെ ആത്മാവ് കരിന്തണ്ടൻ പ്രതികാരത്തിന്റെ പ്രതിരൂപമായി. ചുരം കയറും വണ്ടികളെ ചുഴറ്റിയെറിഞ്ഞു. യാത്രക്കാർ ഭയന്നു വിറച്ചു. ആ ആത്മാവിനെ കുടിവെച്ച ചങ്ങലമരം, അതിൽ തൂക്കിക്കെട്ടിയ ചങ്ങലയ്ക്ക് പിന്നിലെ കരിന്തണ്ടന്റെ കഥ അടിമവർഗത്തിന്റെ ഇതിഹാസമാണ്. വീരോജ്വല സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ തുടക്കമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിന് മുമ്പ് ഭാരതം വാണത് മുഗളന്മാർ. അവസാന ചക്രവർത്തി ബഹദൂർ ഷാ, അദ്ദേഹത്തിന്റെ പത്നി സീനത്ത് ബീഗം അസ്വസ്ഥയാണ്. Very, very sorry, Seenat Begum. You are now the prisoners of British Army. മനസ്സിലായില്ലേ? നിങ്ങൾ ഇപ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തടവുകാരാണ്. മിസ്റ്റർ ഹോഡ്സൺ സാബ്. യെസ്, മിസ്റ്റർ ബഹദൂർ ഷാ. യെസ്. മുഗള സാമ്രാജ്യത്തിന്റെ ഈ അവസാന ചക്രവർത്തിയെ, എന്നെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റുമോ അതോ നാടുകടത്തുമോ? അരുത്, അരുത്. നമുക്ക് ഹിന്ദുസ്ഥാനിന്റെ മണ്ണിൽ കിടന്ന് മരിക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇനി എന്റെ മരണം സംഭവിക്കുന്നത് ഹിന്ദുസ്ഥാന് പുറത്താണെങ്കിൽ എവിടെയായാലും ഖബറിന് പുറത്ത് ആദ്യം വീഴുന്ന ഒരു പിടി മണ്ണ്
ഹിന്ദുസ്ഥാനിലേതാവണമെന്നും നമുക്ക് മോഹമുണ്ട്. എനിക്കെന്റെ ഡ്യൂട്ടി നിർവഹിക്കേണ്ടതുണ്ട്. കൈകൾ നീട്ടു. അരുത്. ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയല്ലേ അദ്ദേഹം? ഒരു കള്ളനെ പോലെ ഇങ്ങനെ വിലങ്ങണിയിക്കാൻ മാത്രം. അരുത്, അരുത്, കൊണ്ടുപോകരുത്. അദ്ദേഹത്തെ വിലങ്ങണിയിക്കരുത്. അരുത്, അരുത്. You stupid woman. Don't disturb. മാറി നിൽക്ക്. തടസ്സപ്പെടുത്തിയാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. മനസ്സിലായോ? നടക്കൂ മിസ്റ്റർ ബഹദൂർ ഷാ. അരുത്, കൊണ്ടുപോകരുത്. അദ്ദേഹത്തെ വിലങ്ങണിയിക്കരുത്. അരുത്, അരുത്. കരയരുത്. ഹിന്ദുസ്ഥാന്റെ ആത്മചൈതന്യം ഇനി ഒരിക്കൽ ഒന്നായി പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിയിൽ ലണ്ടൻ കുലുങ്ങും. ഹിന്ദുസ്ഥാന്റെ കൈകളിലുണ്ടായിരുന്ന വാൾത്തലപ്പുകൾ നിങ്ങളുടെ വർഗത്തെ ഒന്നടങ്കം അരിഞ്ഞു വീഴ്ത്തും. ഓർത്തുകൊള്ളുക, കാലചക്രത്തിന്റെ കറക്കത്തിൽ ആവർത്തിക്കപ്പെടാത്ത ഒരു ചരിത്രവുമില്ല. ഇനിയുമൊരു ജന്മം എനിക്കു തരുമോ ഭാരതാംബതൻ പുത്രനായി തീരാ? ഇനിയുമൊരു ബാല്യം തിരിച്ചു വരുമോ ഈ ഭൂവിന്റെ മടിയിൽ കളിച്ചു വളരാൻ? ഇനിയുമൊരു ജന്മം എനിക്കു തരുമോ ഭാരതാംബതൻ പുത്രനായി തീരാ? ഇനിയുമൊരു ബാല്യം തിരിച്ചു വരുമോ ഈ ഭൂവിന്റെ മടിയിൽ കളിച്ചു വളരാൻ? ഇന്ത്യയിൽ മുഗളന്റെ അന്ത്യം. ഇന്ത്യ ബ്രിട്ടീഷ് കാൽക്കീഴിലേക്ക്. കടൽ കടന്ന് കച്ചവടത്തിനെത്തിയവർ ഭരണാധികാരികളായി. കമ്പനി ഭരണത്തിന്റെ കിരാത നാളുകൾ. പൂത്തുനിൽക്കും ചിരിമരങ്ങൾ, ചോത്തുനിൽക്കും കനവുകൾ, കാറ്റിലാടി ഉലഞ്ഞു നിൽക്കും ജീവിതാരാമം, ജീവിതാരാമം. നമുക്ക് പൊരുതി മരിക്കാനാണ് ഇഷ്ടം. പക്ഷേ പെണ്ണായതുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കിട്ടിയാൽ അവരെന്നെ അപമാനിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഞാൻ ആത്മാഹുതി ചെയ്യുകയാണ്. പാടില്ല. ഞങ്ങളുടെ ധമനികളിൽ ചോരയൊഴുകുന്നിടത്തോളം കാലം ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയുടെ കൺപുരികം പോലും ആർക്കും സ്പർശിക്കാൻ സാധ്യമല്ല. ശരിയാണ്. എങ്കിൽ വെള്ളക്കാർക്കെതിരെ പോർക്കളത്തിൽ പോരാടി വീരമൃത്യു വരിക്കാൻ നാം തീരുമാനിച്ചിരിക്കുന്നു. അതിനേക്കാൾ ഉജ്ജ്വലമായൊരു അന്ത്യം ഈ ഭാരതീയ വനിതയ്ക്ക് വേറെന്തുണ്ട്? മഹാറാണി, വേഷപ്രച്ഛന്നയായി എത്രയും വേഗം കോട്ടയ്ക്ക് പുറത്ത് കടക്കണം. റാണിയെ ജീവനോടെ പിടിക്കാനാണ്
അവർ പദ്ധതിയിട്ടിരിക്കുന്നത്. വേഗം! ഝാൻസിയും ഝാൻസിയിലെ മഹാറാണി ലക്ഷ്മിബായിയും നിങ്ങൾക്ക് മുന്നിൽ അടിയറവ് പറയില്ല. ഇതെന്റെ മണ്ണ്, എന്റെ അമ്മ രാജ്യത്തിന്റെ മണ്ണ്. പോരാട്ടത്തിന്റെ രണവീതിയിൽ തൂകിയ ഓരോ തുള്ളി രക്തവും വരാനിരിക്കുന്ന മഹായുദ്ധത്തിന്റെ ഊർജം. നമ്മുടെ രക്തവും ജീവനും ഈ നാടിനു വേണ്ടി ഈ മണ്ണിൽ സമർപ്പിക്കുന്നു. വന്ദേ മാതരം. എന്ന ഈ മെഗാ ഡ്രാമാറ്റിക് ഷോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കാതിരിക്കുകയും ചെയ്യുക.